പ്രിയപ്പെട്ട സഹോദരൻ രാഹുൽ ഈശ്വർ ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി നടത്തിയ യേശുവും ഈസായും ഒരാൾ തന്നെയോ എന്ന ചർച്ചയും സംവാദവും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓൾറെഡി അനേകർ പ്രതികരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനും എൻ്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ വീണ്ടും ചില കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വറിനെ അനുകൂലിക്കുന്നവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വീണ്ടും ഇത്തരമൊരു ഉദ്യമത്തിന് മെനക്കെടേണ്ടി വരുന്നത്. ഒരിക്കൽ കൂടി വളരെ പ്രസക്തമായ ശ്രീ രാഹുൽ ഈശ്വർ ഉയർത്തിയ വാദങ്ങൾ ഒന്ന് കേൾക്കാം. ലാർജർ സ്പിരിറ്റിൽ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാമെന്ന തത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിയെ കുറിച്ചാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അദ്ദേഹം പറഞ്ഞു വന്നപ്പോഴും പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട്. യേശു കുരിശു മരണത്തിൽ അല്ലെങ്കിൽ കുരിശിൽ മരിച്ചു എന്ന് അവർ അംഗീകരിക്കുന്നില്ല. സത്യമാണ്. പക്ഷെ ആര് മരിച്ചില്ല എന്നാണ് അവർ അംഗീകരിക്കുന്നത്? അല്ലെങ്കിൽ അവര് വാദിക്കുന്നത് എന്താ? യേശു കുരിശിൽ മരിച്ചില്ല എന്നാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് തന്നെയല്ലേ സംസാരിക്കുന്നത്? യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായ കുരിശുമരണത്തെ കുറിച്ച് ദൈവശാസ്ത്രപരമായി മറ്റൊരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം നേരത്തെ പറയുകയുണ്ടായി, ക്രിസ്തീയ വിശ്വാസത്തിന്റെ വലിയൊരു അടിസ്ഥാനമാണ് അത്. വേറൊരാൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഒരു കാരണവശാലും അംഗീകരിക്കരുത്. ആ അംഗീകരിച്ചവരാണ് മുസ്ലിങ്ങളായത്, അംഗീകരിക്കാത്തവരാണ് ക്രിസ്ത്യാനികളായി നിൽക്കുന്നത്. ഇതേപോലെയാണ് ജൂതജനത വലിയൊരു മിശിഹയും രക്ഷകനും വരുമെന്ന് വിശ്വസിച്ചിരുന്നു. യേശു ക്രിസ്തു ആണ് ആ രക്ഷകൻ എന്ന് വിശ്വസിച്ചവരാണ് ക്രിസ്ത്യാനികളായത്. വിശ്വസിക്കാത്തൊരു ജൂതന്മാരായി തുടർന്നു. മെസ്സിയാനിക് ജ്യൂസിന്റെ ഒരു എക്സംഷൻ ഉണ്ട്. മെസ്സിയാനിക് ജ്യൂസ് യേശു ക്രിസ്തു തന്നെയാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളോ വാക്കുകളിൽ കടിച്ചു തൂങ്ങിയുള്ള വ്യാഖ്യാനങ്ങളോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡേവിഡിന്റെ മകനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് പോലത്തുള്ള വ്യാഖ്യാനങ്ങളിൽ മാത്രമാണ്. ഞാൻ ഡേവിഡ് സാറിനെ കണ്ടപ്പോഴാണ്, എന്നെ YMCA കൊണ്ടുവന്ന ഡേവിഡ് സാറാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും വലിയ സ്വാധീനം ഒരു ദാവീദോ ഡേവിഡോ ആണ്. അപ്പൊ ഈ ഭാഷകളിലും വരികളിലും വ്യത്യാസം കാണാം, പക്ഷേ ഇത് ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം എനിക്ക് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് 2 ചോദ്യങ്ങൾ കൂടെയാണ് എന്റെ സമയം അവസാനിക്കുമ്പോഴത്തേക്ക്. ഒന്ന്, പോപ്പ് ശപിക്കപ്പെട്ടവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പോലും ഇത് പറയാൻ പറ്റുന്നില്ല. പോപ്പ് ശപിക്കപ്പെട്ടവനാണെന്ന് പറയാൻ അനിൽകുമാർ അയ്യപ്പൻ ജിക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം പക്ഷെ എങ്ങനെ ഇംപ്ലൈ ചെയ്യുകയുണ്ടായി, സൂചിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പരോക്ഷ പരാമർശം നടത്തുകയുണ്ടായി. അത്തരം പരാമർശങ്ങൾ ശരിയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. ഡിവോഷനോടുകൂടിയാണ് മുസ്ലിങ്ങൾ കാണുന്നത്. അഥവാ കാണാത്തൊരുത്തൻ മുസ്ലിം അല്ല. ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വിഭിന്നമായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേകത ഒരു പുസ്തകത്തെ ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലാർജ്ലി ആ പുസ്തകത്തിന്റെ വ്യാഖ്യാനം ഫോളോ ചെയ്യുന്നതാണ്. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പുസ്തകമില്ല. വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണമുണ്ട്, ആഗമശാസ്ത്രങ്ങളുണ്ട്, അമ്പല സംവിധാനങ്ങളുണ്ട്, യോഗയുണ്ട്, വ്യത്യസ്ത പാതകളുണ്ട്. പക്ഷേ ഖുറാനും ബൈബിളും കുറെ കൂടെ ക്രോഡീകൃതമാണ്, ഓർഗനൈസ്ഡ് ആണ്. അപ്പം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പ്രവാചകനും ദൈവദൂതനുമാണ് എന്ന് അംഗീകരിക്കാത്തൊരു മുസ്ലിം അല്ല. വ്യാഖ്യാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന്, പോപ്പിന്റെ നിലപാടിനെ അംഗീകരിക്കുന്നുണ്ടോ? 2, ഈ യൂണിവേഴ്സിറ്റികൾ ഖുറാനും ബൈബിളും പഠിച്ച യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവരുടെ ഫിലോസഫി, തിയോളജി, സ്പിരിച്വാലിറ്റി, ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ പഠനത്തെ അംഗീകരിക്കുന്നുണ്ടോ? 3, ആംഗ്ലിക്കൻ ബിഷപ്പ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തെ കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് എന്നുള്ളതും ആ പോയിന്റിലേക്ക് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? ദൈവശാസ്ത്രപരമായി ഞാൻ ആ പോയിന്റ് യോജിച്ചുകൊണ്ട് തന്നെ പറയുക, ദൈവശാസ്ത്രപരമായി ഫെയ്ത്തിൽ, വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ചരിത്രപരമായി ഒരേ വ്യക്തിയെ കുറിച്ചാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ലൈനേജ്, ചരിത്രം, പ്രവർത്തികൾ, യാത്ര, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി എക്സ്പ്ലിസിറ്റ്ലി ഒന്നായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ 3 ചോദ്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉത്തരം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പോപ്പ്, യൂണിവേഴ്സിറ്റികൾ, ബാക്കിയുള്ള ക്രിസ്ത്യൻ സഭകളുടെ നിലപാട്. നൈലിന്റെ മകൻ എന്നൊരാളെ പറഞ്ഞാൽ, ഭാരതത്തിന്റെ മകൻ എന്നൊരാളെ പറഞ്ഞാൽ അതൊരു വിശേഷണമാണ്. ആ വിശേഷണമായി ഇതൊന്നു തന്നെയല്ലേ? ഇനി അദ്ദേഹത്തിന് ഓരോ ചോദ്യങ്ങളായിട്ട് എടുക്കാം. ഞാൻ തന്നെ വഴിയും സത്യവും ദൈവവുമാകുന്നു. ഇത് ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യമല്ലേ? അതായത് യേശു ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ദൈവവുമായി കാണും. ഇതൊരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? യേശു ക്രിസ്തു ദൈവപുത്രനാണോ എന്നുള്ളത്. അതായത് നൈലിന്റെ മകൻ എന്നൊരാളെ പറഞ്ഞാൽ, ഭാരതത്തിന്റെ മകൻ എന്നൊരാളെ പറഞ്ഞാൽ അതൊരു വിശേഷണമാണ്. ആ വിശേഷണത്തോട് യോജിക്കുന്നവർ കാണാം, ഇല്ലാത്തവർ കാണാം. അതായത് ഇത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് കൊടുക്കുന്ന ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അയാളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്താ പറയണേ, ആദരവോട് കാണുകയും. നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. സർദാർ പട്ടേൽ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ഇതൊരു ഫാക്ട് ആണോ അല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. അത് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന പേര് തന്നെ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ വർഷവും കൃത്യമായി വ്രതം എടുത്തു പോണ ശബരിമല അയ്യപ്പൻ. അയ്യപ്പന്റെ പേരിന്റെ അർത്ഥം അയ്യനും ഒപ്പനും. ഒരു കാലത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ ശൈവരും വൈഷ്ണവരും ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും യോജിപ്പിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണ് അയ്യപ്പൻ എന്ന പേര് വരുന്നത്. അയ്യൻ പ്ലസ് അപ്പൻ. ഇതൊരു വിശേഷണമാണ്. അപ്പോ ആ ടൈറ്റിലിന്റെ കാര്യത്തിൽ ഡിബേറ്റ് ഉണ്ടാകാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി, യേശു ക്രിസ്തുവിനോട് ഏറ്റവും തുലനം ചെയ്യുന്ന മഹാത്മാഗാന്ധി ദി ഒൺലി ബിഗോട്ടൺ സൺ ഓഫ് ഗോഡ് ആണ് എന്ന്
ക്രിസ്ത്യാനികൾ പറയുന്ന അംഗീകരിക്കില്ലെന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ വിശേഷണങ്ങൾ വ്യത്യാസം ഉണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നിലപാടുകളാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഒന്ന് ലോകഗുരു എന്നാണ്, വേറൊരു അവസരത്തിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ കാൽ എന്റെ ഹൃദയരക്തം കൊണ്ട് കഴുകാനാണ് എനിക്ക് ആഗ്രഹമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ രാഘുലീശ്വരൻ്റെ പ്രസക്തമായ അവകാശവാദങ്ങൾ. എനിക്ക് എൻ്റെ സഹോദരൻ രാഘുലീശ്വരനോട് ഒരിക്കൽ കൂടി പറയുവാൻ, അങ്ങ് കൃത്യമായ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നല്ലേ, ഇവിടെ അങ്ങ് പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന ചരിത്ര പുരുഷനെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരെ ക്രിസ്ത്യാനികൾ വിമർശിക്കുന്നുവെന്നുള്ള ഒരു ആരോപണമാണ് അങ്ങ് ഉയർത്തിയിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ഉദാഹരണം അദ്ദേഹം പറയുകയാണ്, ഗാന്ധിജിയെക്കുറിച്ചാണ് അങ്ങ് പറയുന്നത്, ശ്രീ രാഘുലീശ്വർ അങ്ങ് പറയുന്നത്. ഗാന്ധിജി ഒരിടത്തും ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ദൈവപുത്രനായി കണ്ടാൽ അവരെ ശപിക്കണമെന്നോ വഴിപഴിച്ചവരെന്ന് വിളിക്കണമെന്നോ ഒരിടത്തും എഴുതി വെക്കുകയോ അത് പ്രൊക്ലെയിം ചെയ്യുകയോ അത് ഡിക്ലെയർ ചെയ്യുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതക്രമം ഉണ്ടാക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരൻ രാഘുലീശ്വർ, അങ്ങേക്ക് കാര്യം മനസ്സിലായെന്ന് കൂട്ടുകയാണ്. അതായത് ദൈവത്തിൻ്റെ ഏകജാതനാണ് ക്രിസ്തുവെന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നില്ല എന്നാണ് ശ്രീ രാഘുലീശ്വർ പറയുന്നത്. എന്നാൽ ഗാന്ധിജി ഒരിടത്തും യേശു ക്രിസ്തുവിനെ ദൈവമായി കാണുന്നവരെ വഴിപഴിച്ചവരെന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് രാഘുലീശ്വർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതിൻ്റെ പേരിൽ, ടൈറ്റില് ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി മാറ്റുകയും ചെയ്യുന്ന വളരെ അപലപനീയ, വാദിയെ പ്രതിയാക്കുന്ന പരിപാടിയാണ് അങ്ങ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ അതുപോലെ തന്നെ പോപ്പിനെ ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ നിന്ദിച്ചു എന്ന്, പരോക്ഷമായി നിന്ദിച്ചു എന്നാണ് അങ്ങ് പറയുന്നത്. തൻ്റെ എതിർ സംവാദകൻ ഏത് സഭയിൽപ്പെട്ട ആളാണെന്നും എന്തുതരം ക്രൈസ്തവ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളാണെന്നും അറിയുവാനുള്ള സാമാന്യ മര്യാദ കാണിക്കാതെയാണ് ശ്രീ രാഘുലീശ്വർ ഈ സംവാദത്തിലേക്ക് കടന്നു ചെന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒന്ന്. രണ്ടാമത്, ഏത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുവും ഈശായും ഒന്നാണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന ധാരണയിൽ എത്താതെയാണോ അങ്ങ് ഈ സംവാദത്തിന് പോയത്? വളരെ ഗൗരവതരമായ ഒരു കുറ്റമാണ് അങ്ങയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഒന്ന്, ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ ഏത് സഭയുടെ അംഗമാണെന്ന് അങ്ങ് പഠിച്ചില്ല. പോപ്പ് പറയുന്ന കാര്യങ്ങൾ എല്ലാ സഭയിൽപ്പെട്ടവർക്കും ഒന്നുപോലെ ബൈൻഡിങ് അല്ല. പിന്നെ മറ്റൊരു കാര്യം, യേശുവും ഈസായും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ഖുറാനിലും ഒന്ന് ബൈബിളിലുമാണ്. അപ്പോൾ ഖുറാൻ്റെയും ബൈബിളിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ ശ്രീ രാഘുലീശ്വർ പറയുന്ന വ്യക്തികളും യൂണിവേഴ്സിറ്റികളും നിഗമനത്തിലെത്തുന്നത്. അതായത് ഖുറാനിലും ബൈബിളിലുമാണല്ലോ ഈസായും യേശുവും ഉള്ളത്. ആ രണ്ട് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ശ്രീ രാഘുലീശ്വർ പേരെടുത്ത് പരാമർശിച്ച വ്യക്തികളും യൂണിവേഴ്സിറ്റികളും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു ചർച്ച നടത്തുവാൻ. ആ രണ്ട് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയാൽ ഒരെണ്ണം മാത്രമേ ഒറിജിനൽ ആവുകയുള്ളൂ, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളത് തെളിയുമെന്നുള്ളതാണ്. പിന്നെ അങ്ങ് പറയുന്നു ദൈവശാസ്ത്രപരമായ വ്യത്യാസമാണ്, ടൈറ്റിൽ പരമായ വ്യത്യാസമാണ്. ഇത് ക്രിസ്ത്യാനികളോടല്ല പറയേണ്ടത്. കാരണം ഹൈന്ദവ സഹോദരങ്ങളിൽ അനേകർ യേശു ക്രിസ്തുവിനെ ക്രിസ്തു ദേവനായി കാണുന്നുണ്ട്. അവരുടെ ആരുടെയും പുറകെ ക്രൈസ്തവർ ഒച്ചയും ബഹളവുമായി പോകാറില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിനെയും മഗ്ദലേന മറിയത്തെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുമാത്രം രചനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ആരും അതിൻ്റെ പുറകെ പോകാറില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമായി മനസ്സിലാക്കാനുള്ള പക്വതയുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ഇവിടെ അങ്ങ് പറയുന്നത് പോലെ തിയോളജിക്കലും ടൈറ്റിലുമുള്ള വ്യത്യാസമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ പരസ്യമായ ക്രൈസ്തവ ആരാധനകൾ അംഗീകരിക്കാത്തത്? അങ്ങ് അവരോട് ചോദിക്കുക ചോദ്യം, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. വാദിയെ പ്രതിയാക്കരുത്, ആടിനെ പട്ടിയാക്കരുത്. ഞങ്ങളല്ല പ്രശ്നമുണ്ടാക്കുന്നത്, മറിച്ച് ഖുർആൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, അള്ളാഹുവേ അങ്ങയുടെ കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല വഴിപിഴച്ചവരുടെ മാർഗത്തിലുമല്ല. എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനം, സൗദി അറേബ്യ അടക്കം നൽകുന്ന വ്യാഖ്യാനം, കോപത്തിനിരയായതെന്നുകൊണ്ട് യഹൂദരെയും വഴിപിഴച്ചത് എന്നതുകൊണ്ട് ക്രൈസ്തവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രശ്നം. അല്ലാതെ ശ്രീ രാഘുലീശ്വർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ വാദിയെ പ്രതിയാക്കുന്ന തന്ത്രം കൊണ്ടൊന്നും കാര്യമില്ല. ഖുർആൻ 5-ാം അധ്യായത്തിൻ്റെ 17, 5-72 കൃത്യമായി പഠിപ്പിക്കുന്നു, യേശു ദൈവമാണെന്ന് പറയുന്നവരെ അവിശ്വാസികളും നരകത്തിനുള്ളവരുമാണ്.
4:156, 157, 158 കുരിശ് മരണത്തെ, ചരിത്ര സംഭവമായ കുരിശ് മരണത്തെ നിഷേധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുരിശ് മരണത്തിലൂടെയാണ് രക്ഷയെന്ന് പറയുന്നവരെ, ക്രിസ്തുവിലൂടെയാണ് രക്ഷയെന്ന് പറയുന്നവരെ, ക്രിസ്തുവിൽ ദൈവത്വം ആരോപിക്കുന്നവരെ, ഖുർആൻ 9-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ, വേദക്കാരിൽ അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമായി ഗണിക്കാത്തവരോട് യുദ്ധം ചെയ്യുക, കൊന്നുകളയുക. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊതുക എന്നൊന്നും അല്ല, തലോടുക എന്നല്ല, കൊന്നുകളയുക, അല്ലെങ്കിൽ അവരോട് നികുതി വാങ്ങുക. വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുകയാണ് 9:30, യേശുവിനെ അവർ ദൈവമായി പ്രഖ്യാപിച്ചതുകൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. സർവ്വഭാഷയിലും ഈ ഗ്രന്ഥം ഇറക്കി പ്രചരിപ്പിക്കുകയാണ്. അല്ലാതെ യേശുവിനെക്കുറിച്ച് തിയോളജിക്കലോ ടൈറ്റിൽ പരമായ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ തർക്കത്തിന് വരും എന്ന് വരുത്തി തീർക്കുന്ന വളരെ അപലപനീയമായ നിലപാടാണ് എൻ്റെ സഹോദരൻ രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത്. അറിയാതെയാണ് എങ്കിൽ അങ്ങ് ഇത് തിരുത്തണം. അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ്. ദൈവം സ്നേഹമാണെന്ന് എല്ലാവരോടും പറയണം. ദൈവം സ്നേഹമല്ല, ദൈവത്തിന് മതമുണ്ടെന്ന് പറയുന്നവരോട് നിങ്ങൾ രക്തസാക്ഷികളാകേണ്ടി വന്നാലും സത്യം പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരെയും കൊല്ലരുത്. അപ്പം അതുകൊണ്ട് ഖുർആൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യവും ഖുർആൻ 5-ാം അധ്യായത്തിൻ്റെ 17, 72, 5:116, 4:157, 5:51, ഖുർആൻ 9-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങൾ, യേശു ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഖുർആൻ 9:29, യേശുവിനെ ദൈവമായി കാണുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, അവരോട് നികുതി മേടിക്കണം. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ്. ഇത് ഒരു തിയോളജിക്കൽ ഡിഫറൻസ് അല്ല പ്രിയ സഹോദര. ഇറ്റ്സ് എന്നാ പറയുക, ഇതൊരു പ്രൊക്ലമേഷൻ, പ്രഖ്യാപനമാണ്. ഇതൊരു ഡിക്ലറേഷനാണ്. കൃത്യമായ പ്രൊക്ലമേഷനും ഡിക്ലറേഷനുമാണ്. പിന്നെ പ്രൊപ്പഗേഷൻ, ഇത് പ്രചരിപ്പിക്കണം, വിളംബരം ചെയ്യണം, പ്രഖ്യാപിക്കണം, പ്രചരിപ്പിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കണം, ജീവിതക്രമം ഉണ്ടാക്കണം. ഇതൊരു എന്നാ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഡിവൈൻ ഡോക്ട്രിൻ ആയിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വർ ചെയ്യേണ്ടത് അവരോട് പോയി പറയുക. ഇതൊരു തിയോളജിക്കലും ടൈറ്റിലുമായ വ്യത്യാസമല്ലേ? എന്തിനാണ് ശപിക്കപ്പെട്ടവരും വഴിപിഴച്ചവരുമായി ക്രൈസ്തവരെ കാണുന്നത്? എന്തിനാണ് അവരെ നരകത്തിലിട്ട് പൊരിക്കുന്നത്? ഈ ഖുറാൻ്റെ ആയത്തുകൾ എടുത്തു കളയുവാൻ അങ്ങ് അവരോട് പറയുക. അങ്ങനെ തിയോളജിക്കൽ ഡിഫറൻസ് ആണ് എങ്കിൽ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സൗദിയിലുമെല്ലാം പരസ്യമായി സ്വാതന്ത്ര്യത്തോടുകൂടി ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ട നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്യമായി ഇത് പ്രചരിപ്പിക്കുവാൻ അനുവാദം കൊടുക്കണം. അങ്ങ് പറയുന്നത് പോലെ തിയോളജിക്കൽ ഡിഫറൻസ് ആണ് എങ്കിൽ ഖുറാനിൽ ഈ ആയത്തുകൾ എടുത്തു കളയാൻ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നതനുസരിച്ച് രാഹുൽ ഈശ്വർ ബാധ്യസ്ഥനാണ് പറയാൻ. അതാണ് പറയേണ്ടത്. അല്ലാതെ ആടിനെ പട്ടിയാക്കരുത്, വാദിയെ പ്രതിയാക്കരുത്. ഇനി മറ്റൊരു കാര്യം, അങ്ങ് പറഞ്ഞു തീർച്ചയായും എതിർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എതിർക്കുന്നതിന് എന്തിനാണ് അങ്ങ് വിമർശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ അത് സെൽഫ് ഗോൾ അല്ലേ, സ്വയം നിഷേധമല്ലേ ചെയ്യുന്നത്? സ്വയം നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് അങ്ങ് ഈ വിഷയത്തിൽ ഒരു ക്രൈസ്തവ പക്ഷത്തുള്ള വ്യക്തിയുമായി ഡിബേറ്റിന് വന്നത്? അതുപോലെ അദ്ദേഹം ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് പോലും പഠിക്കുന്നില്ല. ഇനി മാർപ്പാപ്പയെക്കുറിച്ചും വത്തിക്കാനെക്കുറിച്ചും പറയുമ്പം 150, 180-ലധികം രാജ്യങ്ങളിൽ അപ്പസ്റ്റോളിക് നൊണൻഷിയേറ്റ് ഉള്ള ഒരു രാഷ്ട്രം കൂടിയാണ് വത്തിക്കാൻ. അപ്പം മാർപ്പാപ്പയുടെ എല്ലാ പ്രബോധനങ്ങളും നിത്യജീവനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയെക്കുറിച്ചും അല്ല, മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പറയും. അതെല്ലാം ഒന്നൊരു വിശ്വാസിയുടെ മേൽ ബൈൻഡിങ് അല്ല. ഒന്ന്. രണ്ടാമത്, ചരിത്ര സത്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഏതെങ്കിലും വ്യക്തികളോ യൂണിവേഴ്സിറ്റികളോ പറഞ്ഞ പുസ്തകങ്ങളല്ല, മറിച്ച് ആ ചരിത്ര സംഭവത്തിൻ്റെ അടിസ്ഥാന പ്രമാണ രേഖകൾ വേണം ആധികാരികമായിട്ട് എടുക്കുവാൻ. ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ രാഹുൽ ഈശ്വരനോട് പറയുവാൻ, അങ്ങ് പറഞ്ഞു ഗാന്ധിജി യേശുക്രിസ്തുവിനെ ഏകജനാഥനായിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഓർക്കണം, ഇവിടെ ആരും ഗാന്ധിജിനെ വിമർശിക്കുന്നില്ല. അത് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യമാണ്. അത് മനസ്സിലാക്കാനുള്ള പക്വത ക്രൈസ്തവർക്കുണ്ട്. അത്തരം പക്വതയുള്ളവരെ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ. ക്രിസ്തുവിനെ വിമർശിച്ചതിനോട് സഹിഷ്ണുത കാണിക്കാൻ ആശയപരമായിട്ട് നേരിടും. അത് അപ്പസ്തോലന്മാരടക്കം ചെയ്തിട്ടുണ്ട്. അവർ സിനഗോഗുകൾ തോറും ചെന്ന് അവരുമായി ചർച്ചയിൽ ഏർപ്പെട്ടു. ചർച്ചയെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള എന്നാ പറയുന്നത് ഡയലോഗ് മാത്രമല്ല, കൃത്യമായ തർക്കമാണ്, വേദതർക്കം, അപ്പോളജറ്റിക്സ് ആണ് നടത്തിയത്. യേശുക്രിസ്തു
യഹൂദരുമായി നടത്തിയത് എന്താണ്? നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നവൻ എൻ്റെ പിതാവാണ്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. നീ മനുഷ്യനായിരിക്കും ദൈവമാക്കിയിരിക്കുന്നു. ക്രിസ്തു വാക്ക് മാറ്റി പറഞ്ഞില്ല. അപ്പോളജറ്റിക്സ് വേദതർക്കത്തിലേക്ക്. എന്നാൽ ക്രിസ്തുവിന് യഹൂദരോട് കോംപ്രമൈസിന് തയ്യാറാകാമായിരുന്നല്ലോ. ക്രിസ്തു യഹൂദരോട് കോംപ്രമൈസിന് തയ്യാറായില്ല. ദൈവത്തെ സംബന്ധിക്കുന്ന തെറ്റായ അറിവ്, ബോധ്യം അപകടകരമാണ്. ദൈവത്തെ സംബന്ധിച്ച് തെറ്റായ അറിവ് അപകടകരമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു അവരെ തിരുത്തിയത്. ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു തൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി. അത് ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം. അപ്പോൾ ഇതുകൊണ്ട് അസത്യത്തിൻ്റെ പാതയിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രവുമല്ല, അവർ മറ്റൊരു ലോകക്രമം ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഇനി എനിക്ക് പ്രിയ സഹോദരൻ രാഹുൽ ഈശ്വറിനോട് പറയുവാൻ, അങ്ങ് കാണുന്നത് പോലെ ഇത് കുട്ടിക്കളിയല്ല പ്രിയ സഹോദര, ഇത് തമാശകളിയല്ല. ഇത് ഇപ്പം നമ്മുടെ പ്രിയങ്കരനായ ഗാന്ധിജിയെക്കുറിച്ചൊരു പുസ്തകം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇറക്കിയെന്ന് കൂട്ടുക. അതിൽ ഗാന്ധിജി ഒരു വിപ്ലവകാരിയാണ്. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഗാന്ധിജി യഥാർത്ഥത്തിൽ ഒരു വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ ഗാന്ധിജീനെ മറ്റേതെങ്കിലും രീതിയിൽ കാണുന്നവർ ശപിക്കപ്പെട്ടവരും വഴിപിഴച്ചവരുമാണ്. ഗാന്ധിജീനെ വിപ്ലവകാരിയായി മാത്രമേ കാണാവുള്ളൂ, അല്ലാത്ത രീതിയിൽ കാണരുത് എന്ന് പറയുകയും ഗാന്ധിജിയുടെ തുടർച്ച ഞങ്ങളാണ്, വേണ്ടി വന്നാൽ സായുധം യുദ്ധമെടുക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് യുദ്ധമൊക്കെമെടുക്കുന്ന യഥാർത്ഥമായ അധികാരത്തിലേക്കുള്ള വഴി യുദ്ധത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഗാന്ധിജിയെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രചരണം അഴിച്ചുവിട്ടാൽ നിങ്ങൾ നിശബ്ദമാകുമോ? ഗാന്ധിജി വിപ്ലവകാരിയെ മാത്രം കാണുകയും അങ്ങനെ കാണാത്തവർ വഴിപിഴച്ചവരും ശപിക്കപ്പെട്ടവരുമാണ്, ഗാന്ധിജിയുടെ തുടർച്ച ഹിംസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അംഗീകരിക്കുമോ? ഇനി എനിക്കെൻ്റെ സഹോദരൻ ശ്രീ രാഹുൽ ഈശ്വറിനോട് ചോദിക്കുവാൻ, അങ്ങയെ തന്നെ പരിചയപ്പെടുന്നത് ഗാന്ധിയൻ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നവൻ, പിന്നെ മതസൗഹാർദ്ദ വേദികളിൽ മതങ്ങളുടെ കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തി, ഒരു സംശയവുമില്ല. മതങ്ങളുടെ ദർശനങ്ങളിൽ തീവ്രവാദമുണ്ടെങ്കിൽ തിരുത്തപ്പെടണമെന്ന് പറയുവാൻ ആർജവത്വം കാണിക്കണം. മതപ്രമാണങ്ങളിൽ അതങ്ങ് എവിടെയെങ്കിലും കാണിക്കുമോ? അങ്ങനെ കാണിക്കുന്നവരെയാണ് അങ്ങിപ്പോൾ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പം ഗാന്ധിജിയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു ഗ്രന്ഥമിറക്കുകയും അതിനോട് ചേർന്ന് പോകാത്തവരെ ശപിക്കുകയും ഫൽസിക്കുകയും ചെയ്യുന്നൊരു ഗ്രന്ഥമുണ്ടായാൽ അങ്ങ് സമ്മതിക്കുമോ? അതായത് തോമസും മക്കളുടെ മക്കളും ഔസേപ്പിനെ അപ്പനായി കാണുകയാണ്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണ്, തോമസേ മക്കളെ നിങ്ങളിങ്ങ് വന്നേ, ഔസേപ്പ് നിങ്ങളുടെ അപ്പനല്ല, ചേട്ടൻ അപ്പനെ ഔസേപ്പേട്ടാണെന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇനി അപ്പനെ ഔസേപ്പേട്ടാണെന്ന് വിളിക്കാത്തവരെ ഞാൻ ശപിക്കും, നിങ്ങൾക്കെതിരെ ഞാൻ യുദ്ധത്തിന് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ എങ്ങനെയുണ്ടാകും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ടൈറ്റിലും തിയോളജിക്കലും ഡിഫറൻസേ ഉള്ളൂ. അവരെ ക്രിസ്തുവിനെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ ശപിക്കുകയും വഴിപഴിച്ചവരായി ചിത്രീകരിക്കുകയും ചെയ്യേണ്ടതില്ല. അത്തരം ആയത്തുകൾ റദ്ദ് ചെയ്യുവാൻ അങ്ങ് ആവശ്യപ്പെടുക. അത്തരം ഒരു റദ്ദിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റദ്ദ് ചെയ്യൽ നടന്നാൽ ഞാൻ പരസ്യമായി അങ്ങോട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്തരമൊരു സംഭവം നടക്കാൻ അത്തരമൊരു റദ്ദ് ചെയ്യലാണ് അങ്ങ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കാരണം ക്രൈസ്തവപക്ഷത്ത് യാതൊരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെക്കുറിച്ച് എന്തെല്ലാം കഥകളും കേട്ടിരിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള വിവരണങ്ങളും ഒക്കെയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആർക്കൊണ്ട് പരാതി? തെറ്റിദ്ധരിപ്പിക്കരുത് പ്രിയ സഹോദര. അപ്പനെ ഔസേപ്പേട്ടാന്ന് വിളിക്കണമെന്ന് കൽപ്പിക്കുക മാത്രമല്ല, പ്രഖ്യാപനം, പ്രൊക്ലമേഷൻ, വിളംബരം, ഡിക്ലറേഷൻ, പ്രഖ്യാപനം പ്രചരിപ്പിക്കണം, പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഗവർണൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതക്രമം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഗാന്ധിജിക്ക് തുടർച്ചയായിട്ട് നക്സലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതിനോട് ആശയപരമായിട്ട് മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങ് തന്നെ പറഞ്ഞ് ആശയപരമായിട്ട് പറയണം. ആശയപരമായിട്ട് പറയുന്നവർ എന്തിനാണ് ചാപ്പ് കുത്തുന്നത്? ഇവിടെ ഒരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളതല്ലല്ലോ, ഒരാളെക്കുറിച്ചാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം സഹോദര. ആ വ്യക്തിയെക്കുറിച്ച് എന്ത് പറയുന്നു, ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നവരെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് വിഷയം. മാത്രവുമല്ല, യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല, ഒരു ലോകക്രമത്തെ വാർത്തെടുത്തവനാണ്. അതിന് ബദലായിട്ട് വരുന്നത് എന്നതാ, 9-ാം വയസ്സിൽ വിവാഹം കഴിക്കുകയും അനവധി യുദ്ധങ്ങൾ നടത്തുകയും നികുതി മേടിക്കുകയും തന്നെ എതിർക്കുന്നവരോട് കൈകാലുകൾ ഇടത്തും വലത്തും വെട്ടുകയും ചെയ്യണമെന്നെല്ലാം പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യക്തിയാണ് പകരമായി വരുന്നത്.
അതെങ്ങനെയാണ് അഹിംസയുടെ തുടർന്ന് ഹിംസയുണ്ടാകുന്നത്? ഗാന്ധിസത്തിന് അക്രമത്തിൻ്റെ പാത കൊണ്ട് പിന്തുടർച്ചയുണ്ടാകുമോ? ഇല്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് വസ്തുത. ഇനി എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം, വീടിൻ്റെ വാതിൽ മാത്രമല്ല, വാതിൽ തുറന്നു കൊടുത്ത് കിടക്ക വിരിച്ചു കൊടുത്ത് തിന്നാനും കുടിക്കാനും കൊടുത്തവരാണ് മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ ക്രിസ്ത്യാനികൾ, ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികൾ. എന്താണ് അവരുടെ അവസ്ഥ? അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു കൊടുത്തു. പോത്തിനെ ഏത്തത്തോട്ടത്തിൽ കയറ്റിയിട്ട് ഉപദേശിക്കാൻ കാത്തു നിന്നവരുടെ സ്ഥിതി എന്നതാ? ഇന്ന് ഏത്തവാഴത്തോട്ടമില്ല, ചവിട്ടി മെതിച്ചു. കാരണം പോത്തിനെന്ത് ഏത്തവാഴ? അത് പോത്തിൻ്റെ ഭരണമാണ്. അപ്പോൾ പോത്തിൻ്റെ ഭരണത്തിന് വാതിൽ തുറന്നിട്ട് കൊടുക്കണമെന്നാണോ അങ്ങ് പറയുന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഒരു മുസൽമാനും അല്ല പ്രശ്നം. എല്ലാ മുസ്ലിങ്ങളും നല്ലവരാണെന്നും ഒരു മുസ്ലിം പോലും നരകത്തിൽ പോകുമെന്ന് ഞങ്ങൾ ആരും പ്രഖ്യാപിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആശയത്തോടാണ് ഞങ്ങൾ സംവദിക്കുന്നത്. ആശയത്തോട് സംവദിക്കുമ്പോൾ അതിനെ വാദിയെ പ്രതിയാക്കരുത്. ആശയപരമായ, ആരോഗ്യകരമായ, ആശയപരമായ ഷാർപ്പായ ചർച്ചകളുണ്ടാകണം, വിമർശനങ്ങളുണ്ടാകണം. മതങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിന് കൃത്യമായ വിമർശനങ്ങളും വിശകലനങ്ങളും ഉണ്ടാകണം. പ്രിയ സഹോദര, ശുദ്ധ പൊട്ടത്തരം വിളിച്ച് പറയാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകളും അതിൻ്റെ ഭരണഘടനയും വിശകലനം ചെയ്യപ്പെടണം. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടനയിലും അതിൻ്റെ പ്രകടന പത്രികയിലും രാജ്യവിരുദ്ധതയോ മാനവ വിരുദ്ധതയോ മനുഷ്യത്വ വിരുദ്ധതയോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്ന് അതിലും മുകളിലാണ് മതങ്ങൾ. ഇനി ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴോ ഒരു ജീവിതക്രമം, അഹിംസയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതക്രമം മാത്രവുമല്ല, നിത്യജീവനെ സംബന്ധിക്കുന്ന കാര്യവുമാണ്. ഇനി അപ്പസ്തോലന്മാരുടെ പ്രഖ്യാപനങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ ബൈബിളൊന്ന് വായിക്കണം. പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം വായിക്കണം. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ യേശുവിനെ വെറും പ്രവാചകൻ മാത്രമാക്കിയും, യേശുവിനെ പ്രവാചകനായി കാണുന്നതിന് കുഴപ്പമില്ല, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ പ്രവാചകനായി മാത്രം കാണുകയും വെറും ദൂതനായി മാത്രം കാണുകയും യേശുവിനെ പ്രവാചകനും ദൂതനുമായി കാണാത്തവരെ ശപിക്കുകയും അവരോട് കപ്പം മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യവസ്ഥയെ, അതോടൊപ്പം തന്നെ യേശുവിനെ വെറും കച്ചവട വസ്തുവാക്കി മാറ്റുന്നവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവർ നമ്മളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ, ക്രിസ്തുവിനെ നിഷേധിക്കും. അപ്പോൾ ഇത് വളരെ ശക്തമായ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് കയറി തലവെച്ചിരിക്കുന്നതിനകത്ത്. അതുകൊണ്ട് അങ്ങയോടും എം എം അക്ബറിനെ പോലെ ചിന്തിക്കുന്നവരോടും സക്കീർ നായിക്കിനോടും മുഹമ്മദ് ഇസയോടുമായിട്ട് എല്ലാവരോടുമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവരോടുമായിട്ട് ആണിത് പറയുന്നത്. യേശുക്രിസ്തുവിന് പിന്തുടർച്ചയായി അക്രമത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും പ്രത്യയശാസ്ത്രം ഉണ്ടാവില്ല. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അത് ജീവൻ പോയാലും അത് ശരിയല്ലെന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരിക്കലും ആരുടെയും ജീവൻ എടുക്കാൻ ക്രിസ്തു പറയുന്നില്ല. പക്ഷേ ജീവൻ കൊടുക്കേണ്ടി വന്നാലും സമാധാനം സ്ഥാപിക്കാൻ, നീതി സ്ഥാപിക്കുവാൻ മരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആരെയും കൊല്ലരുത്, പക്ഷേ മരിക്കേണ്ടി വന്നാലും പിന്മാറരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ അറബി ക്രിസ്ത്യാനികളും ആഫ്രിക്കൻ ക്രിസ്ത്യാനികളും അങ്ങ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചവരാണ്. അവരുടെ ദുരവസ്ഥ ഇവിടെയുണ്ട്. യൂറോപ്പിലെ ഫ്രാൻസിൻ്റെ, ഇറ്റലിയുടെ, ജർമ്മനിയുടെയൊക്കെ തെരുവുകളിലെ സ്ഥിതി എന്താ? ഒരു തിയോളജിക്കൽ ഡിഫറൻസ് ആണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമോ? അപ്പോൾ ഇത് തിയോളജിക്കൽ ഡിഫറൻസ് അല്ല, ഇത് ക്രിസ്ത്യാനിറ്റിക്ക് ബദലായ ഒരു ജീവിത ക്രമമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ സൗദി അറേബ്യയും UAE എല്ലാം ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കർശനമായി നിയന്ത്രിച്ച് ഒരു റിലീജിയനാക്കി മാറ്റിയത്. ഞങ്ങൾക്ക് മോഡറേറ്റ് ഇസ്ലാം മതിയെന്ന് സൗദിയുടെ രാജകുമാരൻ കൃത്യമായി പറഞ്ഞു. UAE ഭരണാധികാരി പറഞ്ഞത് എത്രയോ പ്രാവശ്യം ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. UAE സീനിയർ അഡ്വൈസർ ഡോക്ടർ അൻവർ ഗർഗാഷിനെ എത്രയോ പ്രാവശ്യം കോട്ട് ചെയ്തു. അതുകൊണ്ട് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നത് അല്ല ഇവിടുത്തെ പ്രശ്നം. മറിച്ച് ബദലായ ഒരു അക്രമത്തിൻ്റെയും അസഹിഷ്ണുതയുടെ ഒരു ജീവിതക്രമം പകരം കൊണ്ട് വെക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ക്രിസ്തുവിനെ ഇപ്രകാരം കാണുന്നവരെ ശപിക്കുകയും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താനുള്ളവരും നികുതി മേടിക്കാനുള്ളവരുമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കാവുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എം എം അക്ബറിനെ പോലെയുള്ളവർ ബൈബിൾ തിരുത്തിയതാണ് എന്ന് പറയുകയും ക്രിസ്തു കുരിശിൽ മരിച്ചില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത്. അവർക്കെതിരെ ഇവിടെ ആരും ഫാത്വ പുറപ്പെടുവിക്കുന്നില്ല.
സക്കീർ നായിക്കിനെതിരെ ആരും ഫാത്വ പുറപ്പെടുവിക്കുന്നില്ല. അതേസമയം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഒരു ചിത്രം വരച്ചാൽ ഫാത്വയുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്കെതിരെ ഫാത്വ ഇല്ലാത്തത്? അതിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് പ്രൊക്ലമേഷനാണ്, ഡിക്ലറേഷനാണ്, പ്രൊപ്പഗേഷനാണ്, ഗവർണൻസാണ്, വേ ഓഫ് ലൈഫാണ്. 4 കാര്യങ്ങളാണിത്. വിളംബരം, പ്രഖ്യാപനം, ഒഫീഷ്യൽ പ്രഖ്യാപനം, വിളംബരം, പ്രഖ്യാപനം, പ്രചരണം, ഗവൺമെൻറ്, ജീവിതക്രമം. 4 കാര്യങ്ങളാണ്. 200-ലധികം തീവ്രവാദി സംഘടനകളുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായത്. അതുകൊണ്ടാണിത് പറയുന്നത്. അക്രമത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിന് മതമുണ്ടെന്നും വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടു പോയി ജനതയെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് സഹോദര. ചാപ്പ കുത്തരുത്. അപ്പോൾ അതിന് പറയുന്നത് നിങ്ങൾ സമ്മതിച്ചോ തർക്കിച്ചോ, അതുതന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് ഗോളാണ്, സ്വയം നിഷേധമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉപദേശം ക്രൈസ്തവപക്ഷത്തോടല്ല കൊടുക്കേണ്ടത്. വാളിൻ്റെയും അക്രമത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും അടിസ്ഥാന പ്രമാണങ്ങളുള്ള ജീവിത നേതാവുള്ള ആ ജീവിതക്രമമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് പറ. ഒരിക്കലും അപ്പോസ്തലന്മാരിലും ക്രിസ്തുവിലും. ഇനി ബൈബിൾ വായിച്ചിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വളരെ സിമ്പിളാണ്. ക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ജീവിതമുണ്ട്. അവർ ഒരിക്കലും വാളെടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ശ്രീ നാഗുലീശ്വരനെ പോലെ എം അക്ബറിനെ പോലെയുള്ളവർ പറയും ബൈബിളിലെ പഴയ നിയമത്തിലെ യുദ്ധങ്ങളില്ലേന്ന്. ബൈബിളിലെ പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ ഞങ്ങൾക്ക് വിശുദ്ധ യുദ്ധങ്ങളല്ല. സോളമൻ്റെ വിവാഹം ഞങ്ങൾക്ക് വിശുദ്ധ വിവാഹങ്ങളല്ല. ദാവീദിൻ്റെ വിവാഹം ഞങ്ങൾക്ക് വിശുദ്ധ വിവാഹങ്ങളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലെ വിവരണങ്ങൾ അതിലുണ്ട്. 10 പ്രമാണങ്ങൾ, മോശയിലൂടെ നൽകപ്പെട്ട ജീവിതക്രമത്തിനാവശ്യമായ 10 പ്രമാണങ്ങളാണ് അവിടെ വലുതായി നിൽക്കുന്നത്. ബാക്കിയെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്ര സംഭവമാണ്. ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ എ ഗിവൺ സിറ്റുവേഷനിൽ, ഹിസ്റ്ററിയിൽ ഒരു സമയത്ത് ദൈവം ഇടപെട്ടുകൊണ്ട് ഒരു ജനതയെ മാറ്റി നിർത്തി ആ ജനതയിലൂടെ തൻ്റെ സന്ദേശം നൽകുന്ന വിവരണങ്ങളാണ് പഴയ നിയമം. അതുകൊണ്ട് ആ വിവരണങ്ങളാണ് അതിന്. കൽപ്പനകളും വിവരണങ്ങളും വ്യത്യാസമുണ്ട്. വിവരണങ്ങളിലാണ് യുദ്ധവും മറ്റു കാര്യങ്ങളുമെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാർ അവർ ചെയ്തതെല്ലാം പലപ്പോഴും ദൈവത്തിലേക്ക് ആരോപിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളിലും കൃത്യമായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ക്രിസ്തു അവരെ കറക്റ്റ് ചെയ്തത്. അതുകൊണ്ട് അങ്ങ് തന്നെ പറഞ്ഞു, ക്രിസ്തുവിനെ വ്യത്യസ്തമായി കണ്ട ആൾക്കാരാണല്ലോ ക്രിസ്ത്യാനികൾ. ആദ്യ ക്രിസ്ത്യാനികൾ മുഴുവൻ യഹൂദരായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തരായി കാണുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞു. അതിന് ആർക്കുണ്ട് പ്രശ്നം? അതല്ല പ്രശ്നം. പകരം അഹിംസയിൽ നിന്ന് ഹിംസയിലേക്ക്, സമാധാനത്തിൽ നിന്ന് അക്രമത്തിലേക്ക്, അസഹിഷ്ണുതയിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയും ഒരു പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കുകയും ലോകക്രമം കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം മൂലം ഇന്ന് പല രാഷ്ട്രങ്ങളും ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. ജനാധിപത്യ വ്യവസ്ഥ മോശമാണെന്ന് ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളും, ഇന്ത്യയിൽ പോലും അങ്ങേക്കറിയാം ജനാധിപത്യ ക്രമം മോശമാണ്. കാരണം ജനാധിപത്യം നൽകുന്ന സഹിഷ്ണുതയുടെ വാതിലുകളും ചവിട്ടുപടികളും ഉപയോഗിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അസഹിഷ്ണുതയുടെ അക്രമത്തിൻ്റെ മാർഗം ലോകത്തെ കാർന്നു നിന്ന് ക്യാൻസറായി മാറി. അതുകൊണ്ടാണ് ഇന്ന് പല രാഷ്ട്രങ്ങളും ഏകാധിപത്യത്തിലേക്ക് പോകുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ പഴുതുകളിലൂടെ, സഹിഷ്ണുതയുടെ വാതിലുകളിലൂടെ, ചവിട്ടുപടികളിലൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ പിടിച്ച് കയറി സാവകാശം അതിന് തനിനിറം കാണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര, എതിരവരോടല്ല, ഒരു മുസൽമാനും ഞങ്ങളെതിരല്ല. ഒറ്റ മുസ്ലിമിനെ പോലും ഞങ്ങൾ വിമർശിക്കുന്നില്ല. എല്ലാ മനുഷ്യരും നല്ലവരാണെന്ന് വിശ്വസിക്കുന്നവരാണ്, നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ വ്യത്യാസം അങ്ങ് മനസ്സിലാക്കണം. ഐഡിയോളജിക്കലാണ് അത് ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ജീവിതക്രമത്തെ സംബന്ധിച്ചതാണിത്. ആ കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ചാണോ അല്ലയോ എന്ന് പറയുന്ന കുഞ്ഞു പിള്ളേരുടെ പരിപാടിയല്ല. ടീച്ചറെ എന്നെ ഞുള്ളിയെ ഓടിവായേ എന്ന് വിളിക്കുന്ന പരിപാടിയല്ലത്. വാളെടുക്കുന്നവൻ വാളാലെ എന്ന് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാളെടുക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വാളുറയിലിടാൻ പറയുന്ന പരിപാടിയാണ് അത്.